Good afternoon, dear students and parents. Welcome back to Test Europe EduNet. I am Dr. Titi Varghese, official educational consultant for Indian students to study in Lithuanian universities and also other EU country universities. കൂടാതെ തന്നെ UK, USA, കാനഡ, ഓസ്ട്രേലിയ, സ്വിറ്റ്സർലൻഡ്, ന്യൂസിലാൻഡ് തുടങ്ങിയ മറ്റ് വിവിധ രാജ്യങ്ങളിലേക്ക്, കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ട ഗൈഡൻസ് എൻ്റെ സ്ഥാപനം മുഖേന നൽകുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് നൽകുന്നുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ട് നിങ്ങളുമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും യൂറോപ്യൻ യൂണിയൻ കൺട്രീസിലും മറ്റ് രാജ്യങ്ങളിലുമൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. സെപ്റ്റംബർ 1, 2025 മുതൽ നിങ്ങളുടെ ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. ഒരു ഓഗസ്റ്റ് 25 ആകുമ്പോഴെങ്കിലും മിനിമം നിങ്ങൾ ഈ പറയുന്ന രാജ്യങ്ങൾ പഠിക്കാൻ പോകുന്ന കുട്ടികൾ എത്തിയിരിക്കണം. അതിനുവേണ്ടി ആപ്ലിക്കേഷൻ ഡെഡ്ലൈൻ എന്ന് പറയുന്നത് മിക്ക യൂണിവേഴ്സിറ്റീസിനും മെയ് 1, 2025 ചില യൂണിവേഴ്സിറ്റികൾ മാത്രമാണ് ജൂൺ 1, 2025 ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ എലിജിബിലിറ്റി ബാച്ചിലേഴ്സിനാണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 60% മാർക്ക് നിങ്ങളുടെ 12th ഉണ്ടായിരിക്കണം. അതുകൂടാതെ നല്ല മോട്ടിവേഷൻ ഉണ്ടായിരിക്കണം. സ്റ്റഡി ആയിരിക്കണം നിങ്ങളുടെ പ്രൈമറി പർപ്പസ് ഓഫ് വിസിറ്റ്. അതുകൂടാതെ തന്നെ യൂണിവേഴ്സിറ്റി ഇൻ്റർവ്യൂ പാസ്സാവണം. നമ്മുടെ മൈഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അതല്ലെങ്കിൽ വിസയുടെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ പാസ്സാവണം. അതിൻ്റെ ഗൈഡ് ലൈൻസ് ഒക്കെ നമുക്ക് നൽകാൻ സാധിക്കുന്നതാണ്. ഇന്നത്തെ ഈ ഒരു ദിവസം Kaunas University of Technology, which is in Lithuania, which is a top-ranked university, mainly specifically focusing for technical studies. അത് ടെക്നിക്കൽ മാത്രമല്ല, സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകളും ഒക്കെ ഉണ്ട്. കാര്യം ഞാനൊക്കെ ഡോക്ടറേറ്റ് ചെയ്തതും പഠിപ്പിച്ചതും ഒക്കെ ഈ K2-ലാണ്, കാരണം അവരുടെ സോഷ്യൽ സയൻസ് ഫാക്കൽറ്റിയിലാണ്. അപ്പം നമുക്ക് മാസ്റ്റേഴ്സ് ഏതൊക്കെ കോഴ്സസ് ആണ് കൗനാസ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിലുള്ളത് എന്നുള്ളതിനെ പറ്റി നിങ്ങളുമായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യാം. പ്രധാനമായിട്ടും MSc അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് ഉണ്ട്. അപ്പം ഈ BBA കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾ, BCom കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾ, അതല്ലെങ്കിൽ BA എക്കണോമിക്സ് കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾ, ഫിനാൻസ് കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾ, നിങ്ങൾക്കൊക്കെ പഠിക്കാനായിട്ട് സാധിക്കുന്ന MSc അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് ഉണ്ട്. കൂടാതെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ MSc എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, MSc അപ്ലൈഡ് കെമിസ്ട്രി, MSc ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ കമ്പ്യൂട്ടർ സയൻസ്. ഓൾറെഡി നമുക്ക് K2-ൽ ഞാൻ പറഞ്ഞു ടെക്നിക്കൽ സ്റ്റഡീസാണ് കൂടുതലുമുള്ളത്, എഞ്ചിനീയറിംഗ് സ്റ്റഡീസാണ് കൂടുതലുമുള്ളത്. അപ്പോൾ അതിൽ തന്നെയും വന്നിരിക്കുന്ന ബാച്ചിലേഴ്സ് പ്രോഗ്രാംസ് എന്തൊക്കെയാണോ അതിൻ്റെ തന്നെ മാസ്റ്റേഴ്സ് കോഴ്സസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. അതുകൊണ്ടാണ് MSc ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള ഒരു പ്രോഗ്രാം K2-ലുള്ളത്. MSc ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, MSc കെമിക്കൽ എഞ്ചിനീയറിംഗ്, MSc കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്, MSc കൺട്രോൾ ടെക്നോളജീസ്, MSc ഡേറ്റ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, MSc ഡിസൈൻ ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ, MSc ഇലക്ട്രിക്കൽ പവർ എഞ്ചിനീയറിംഗ്, MSc ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, MSc എനർജി ടെക്നോളജീസ് ആൻഡ് എക്കണോമിക്സ്, MSc Environmental Engineering, MSc Fashion Innovation Technologies, MSc Food Science and Nutrition, Industrial Biotechnology, Industrial Engineering and Management, Innovation Management and Entrepreneurship. ഈ ഒരു കോഴ്സ് നമ്മുടെ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ആൻഡ് ബിസിനസ്സിലാണ്. അപ്പം ആ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ 2 പ്രധാനപ്പെട്ട തീമുകളാണ്. നിങ്ങൾക്ക് മാനേജ്മെൻറ്റും ഓൺടർപ്രണർഷിപ്പും അതിൻ്റെ അകത്ത് പഠിപ്പിക്കുന്നുണ്ട്. MSc International Business is one of the another important program which is available in K2U. MSc Material Physics, MSc Mechanical Engineering ഉണ്ട്, MSc Mechatronics, MSc Medical Physics, MSc Medicinal Chemistry, Public Policy and Security. അപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് അത് പബ്ലിക് പോളിസി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു MScയുടെ. ഇപ്പോൾ അത് MSc പബ്ലിക് പോളിസി ആൻഡ് സെക്യൂരിറ്റി ആണ്. MSc സോഷ്യൽ ഇന്നോവേഷൻ ആൻഡ് റിസർച്ച് ഉണ്ട്, MSc സ്ട്രക്ചറൽ ആൻഡ് ബിൽഡിംഗ് പ്രൊഡക്റ്റ് എഞ്ചിനീയറിംഗ്, സസ്റ്റൈനബിൾ ആൻഡ് എനർജി എഫിഷ്യൻറ്റ് ബിൽഡിംഗ്, ട്രാൻസ്ലേഷൻ ആൻഡ് പോസ്റ്റ് എഡിറ്റിംഗ് ടെക്നിക്കൽ ടെക്സ്റ്റ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് നൂതനമായിട്ടുള്ളൊരു പ്രോഗ്രാമാണ് MSc വെഹിക്കിൾ എഞ്ചിനീയറിങ്. ഇനി നിങ്ങൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, ഈ ബാച്ചിലേഴ്സിൻ്റെയും മാസ്റ്റേഴ്സിൻ്റെയും ഒക്കെ ഒരു ഏജ് ലിമിറ്റ് എത്രയാണ് എന്നുള്ളത്. അപ്പോൾ ബാച്ചിലേഴ്സിന് അപ് ടു ഒരു 23-24 വയസ്സ് വരെയൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. മാസ്റ്റേഴ്സിനാണ് എന്നുണ്ടെങ്കിൽ വിത്ത് വർക്ക് എക്സ്പീരിയൻസ്, ജെന്യുവൻ വർക്ക് എക്സ്പീരിയൻസ് ആയിരിക്കണം കേട്ടോ. അപ്പം വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ ആണെങ്കിൽ ഒരു 31-32 ഇയേഴ്സ് വരെയൊക്കെ നമുക്ക് നൽകാം. പക്ഷേ നിങ്ങളുടെ മോട്ടിവേഷനൊക്കെ റൈറ്റ് ആയിരിക്കണം, കറക്റ്റ് ആയിരിക്കണം. വേണ്ട എല്ലാ ഡോക്യുമെൻറ്റുകളും നിങ്ങൾ TRPക്ക് വേണ്ടി പ്രോസസ്സ് ചെയ്യണം. ഇനി ഏകദേശം ഒരു ട്യൂഷൻ ഫീഡിനെ പറ്റി നമുക്കൊരു ധാരണ വേണമല്ലോ. അപ്പോൾ ഒരു വർഷം BSc ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളൊരു കോഴ്സ് നിങ്ങൾ പഠിക്കുവാനായിട്ട് ബാച്ചിലർ തലത്തിൽ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്നത്തെയൊക്കെ ഒരു റേറ്റ് പ്രകാരം 3,48,000 രൂപയാണ്, 48,000 കേട്ടോ.
3.48 ആണ് നിങ്ങളുടെ ഒരു വർഷത്തെ ട്യൂഷൻ ഫീ വരുന്നത്. എന്ന് പറയുമ്പോൾ 4 വർഷമാണല്ലോ കോഴ്സ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് ബാലൻസ് ചെയ്ത് നോക്കാൻ പറ്റും. ഇനി മാസ്റ്റേഴ്സിൻ്റെ കേസ് വരുമ്പം MSc അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിങ് ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണ്, 2 വർഷത്തെ കോഴ്സാണ്. ഒരു വർഷത്തെ ട്യൂഷൻ ഫീ 4 lakhs ആണ്. യൂഷ്വലി എല്ലാ മാസ്റ്റേഴ്സിൻ്റെയും ഒരു വർഷത്തെ ട്യൂഷൻ ഫീ 4 lakhs. അപ്പോൾ എന്തുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയൻ കൺട്രീസ് നമ്മുടെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാകുന്നത്, അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കൂടുതൽ കുട്ടികൾ അങ്ങോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിൻ്റെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് റീസൺ എന്ന് പറയുന്നത് അഫോർഡബിൾ ട്യൂഷൻ ഫീസാണ്. ഒരുപാട് എക്സ്പെൻസ് വരുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് പല യൂറോപ്യൻ യൂണിയൻ ഫണ്ടിങ്ങും ഇന്റേൺഷിപ്പിൻ്റെ സ്കോളർഷിപ്സും ഒക്കെ വാങ്ങിച്ച് പഠിക്കാനും പറ്റും. ഈ ഒരു ഓപ്പർച്യൂണിറ്റി മറ്റ് രാജ്യങ്ങളൊക്കെ EU വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി വളരെ വളരെ കുറവാണ്. അപ്പം നമ്മുടെ ഈ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതലും യൂറോപ്യൻ യൂണിയൻ്റെ ഈ ഫണ്ടിങ് വാങ്ങിച്ച് പഠിക്കുന്നതൊക്കെ തന്നെ നമ്മുടെ സ്റ്റുഡൻസാണ്. ഞാനൊക്കെ ഞങ്ങൾ ഏകദേശം ഒരു 2013 പോണ സമയത്തൊക്കെ ഈ ഇറാസ്മസിൻ്റെ ഫസ്റ്റ് സ്കോളർഷിപ്പ് എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി അറിയുകയും അത് ഫസ്റ്റ് വാങ്ങിച്ച ആളും ഞാൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വരുന്ന സ്റ്റുഡൻസിനും പേരൻസിനും എന്താണ് ഇറാസ്മസ് സ്റ്റഡീസ് എന്നും അതിൻ്റെ ഇൻറ്റേൺഷിപ്പ് എങ്ങനെയാണെന്നും അതിൻ്റെ സ്കോളർഷിപ്പ് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയും വളരെ വ്യക്തമായിട്ട് റൈറ്റ് ഗൈഡൻസ് എനിക്ക് നൽകാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇഫ് യു ലൈക്ക് ടു ഗെറ്റ് ദ അഡ്മിഷൻ ഫോർ ബാച്ചിലേഴ്സ് ഓർ മാസ്റ്റേഴ്സ് in European Union countries and other countries, feel free to contact me directly. വാട്സപ്പ് നമ്പർ ഉണ്ട്, ഡയറക്റ്റ് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഹെഡ് ഓഫീസ് കൊച്ചിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നേരിട്ട് വരാം, സംസാരിക്കാം. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വളരെ വിശദമായിട്ട് ഇൻഡിവിജ്വലി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അഡ്മിഷൻ പർപ്പസിന് വേണ്ടി കോൺടാക്ട് ചെയ്യുക. മറക്കരുത്, ഡെഡ് ലൈൻ എന്ന് പറയുന്നത് May 1, 2025 ചില യൂണിവേഴ്സിറ്റിക്ക് മാത്രമേ June 1, 2025 വരെയുള്ളൂ. ഇനി +2 ഇപ്പോൾ എക്സാം മാർച്ചിൽ തുടങ്ങുമല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ റിസൾട്ടൊക്കെ വന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ വരുന്ന സമയം ഏകദേശം ഒരു May അവസാനമൊക്കെ ആണെന്ന് വിചാരിക്കുക. എന്നിരുന്നാൽ തന്നെ പ്രോസസ്സ് നമുക്ക് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് +2 എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും നിങ്ങളും ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.